സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ പാഠം പഠിപ്പിക്കാൻ KSRTC തുടങ്ങും എന്നറിയിച്ച ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തനം വൈകുന്നു. ഡ്രൈവിംഗ് സ്കൂളിന് വേണ്ടി പുതിയ വാഹനങ്ങൾ എത്തിയെങ്കിലും പരിശീലനത്തിന് ഗ്രൗണ്ട് തയ്യാറാക്കിയിട്ടില്ല. വെയിലും മഴയും ഏറ്റുകിടക്കുകയാണ് പുത്തൻ വാഹനങ്ങൾ. കുറഞ്ഞ ചിലവിൽ നാട്ടുകാരെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ KSRTC വാങ്ങിയ പുതുപുത്തൻ വാഹനമാണിത്. അട്ടക്കുളങ്ങരയിലെ KSRTC ട്രെയിനിംഗ് കോളേജിൽ പൊടിയടിച്ച് കരിയില വീണ് കിടക്കുകയാണ് സർക്കാർ പ്രഖ്യാപനം. വാഹനങ്ങൾ എത്തിയെങ്കിലും എച്ചും എട്ടും എടുക്കാനുള്ള ഗ്രൗണ്ട് ഇപ്പോൾ കാക്കകൾക്ക് കുളിക്കാനുള്ള കുളമാണ്. ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയില്ലെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ബോർഡ് ഇവിടെ പെയിന്റ് അടിച്ച് പുത്തനാക്കി വെച്ചിട്ടുണ്ട്. ആനയെ വാങ്ങുന്നതിന് മുമ്പ് തോട്ടി വാങ്ങിയതുപോലെ. ഇരുചക്ര വാഹനങ്ങൾ മുതൽ ബസ് വരെ ഓടിക്കാൻ പരിശീലനം നൽകുന്നതാണ് സ്ഥാപനം. KSRTCയുടെ ആനേറ സ്റ്റേഷന് സമീപത്താണ് വലിയ വാഹനങ്ങളുടെ പഠനത്തിന് ട്രാക്ക് ഒരുക്കിയിട്ടുള്ളത്. തിയറി ക്ലാസുകളും എച്ചും എട്ടും പഠിപ്പിക്കുന്നത് ഇവിടെയും. 2 ഇരുചക്ര വാഹനങ്ങളും 1 കാറും ഇവിടെ എത്തിച്ചെങ്കിലും മഴയേറ്റ് വെയിലേറ്റ് കിടക്കുന്നു. സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളിലെ നിരക്കിലും കുറവാണെന്നാണ് KSRTCയുടെ വാദം. എന്നാൽ കാശ് കുറവ് നോക്കി ആരും ഇവിടെ പഠിക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ട, സമയമെടുക്കും. ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നതിന് മുമ്പെങ്കിലും ഡ്രൈവിംഗ് സ്കൂൾ ഒന്ന് തുടങ്ങണം. അരുൺ മുരളീധരനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.